സാങ്കേതിക തകരാർ മൂലം മാറ്റിവെച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബ 3 ഇരട്ട ഉപഗ്രഹ വിക്ഷേപണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 4:12 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. കൊറോണഗ്രാഫ്, ഒക്യൂൾട്ടർ എന്നിങ്ങനെ 2 കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് 10 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ PSLV C-59ന്റെ യാത്ര തുടങ്ങുക. ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പുറം പാളിയെക്കുറിച്ച് പഠിക്കുകയാണ് ലക്ഷ്യം. ഇതാ വിക്ഷേപണ തറയിൽ നിന്ന് ജ്വലനം നടന്നിരിക്കുന്നു. പ്രോബ 3 ഉയരുകയാണ്. पेलोड एडेप्टर पर समायोजित किया जा रहा है. PSLV C-59 Proba 3 mission from the Satish Dhawan Space Center. यहाँ PSLV C-59 प्रमोशन यान का सफलतापूर्ण उत्थापन. रेंज ऑपरेशन डायरेक्टर ने भी इसकी पुष्टि कर दी है. यह पूरी तरह सामान्य उत्थापन है और अपने उद्देश्य की ओर बढ़ता हुआ PSLV C-59. The core S-139 stage thrusting along with the solid strap-on motors. Plus 40 seconds. प्रथम चरण का प्रज्वलन जारी है. यह लगभग 109 सेकेंड्स तक चलेगा. इस दौरान कुल 9000 किलो न्यूटन का प्रणोद उत्पन्न करता हुआ प्रथम चरण यान को उद्दिष्ट दिशा की ओर ले जाता हुआ. First stage performance normal. We are 58 seconds into the launch. Burning together the first stage. Core motor and the strap-on together generate about 9000 kilonewton. इस क्रम में अब हम आगे देखेंगे ग्राउंड लेड स्ट्रैप-ऑन का पृथक्कन. तत्पश्चात एयर लेड स्ट्रैप-ऑन को पृथक किया जाएगा और अंत में प्रथम चरण के कार्यकाल के पश्चात उसे भी यान से पृथक किया जाएगा. Nishad telemetry and tracking station presently acquiring the trajectory data. There is a confirmation about the strap-on separation. Second stage engine started. Closed loop guidance initiated. प्रथम चरण को यान से सफलतापूर्वक पृथक कर दिया गया है और द्वितीय चरण का प्रज्वलन शुरू हो चुका है. Confirmation has been given by the Range Operations Director. The second stage of PSLV has begun its operation. The closed loop guidance having been initiated, hereafter the trajectory steers implementing necessary corrections to achieve the final insertion point of the spacecraft. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് പ്രോബ 3 ഉയരുകയാണ്. ആദ്യ ഇഗ്നിഷൻ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ ഭ്രമണപഥത്തിലേക്ക് പോവുകയാണ്. പ്രോബ 3 PSLV C-59 റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇരട്ട ഉപഗ്രഹങ്ങളുമായുള്ള യാത്രയാണ്. ISROയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഒപ്പം യൂറോപ്യൻ സ്പേസ് ഏജൻസി ESAയും സഹകരിച്ചാണ് പ്രോബ 3 ദൗത്യം ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോകുന്നത്. കൊറോണഗ്രാഫ്, ഒക്യൂൾട്ടർ, ഒരു ജോഡി പേടകങ്ങൾ ISRO ഒരൊറ്റ വിക്ഷേപണ വാഹനത്തിൽ ഇതാ ബഹിരാകാശത്തേക്ക് അയക്കുന്നു. ഇസ്രോയുടെ മറ്റ് ദൗത്യങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകതകൾ പ്രോബ 3 ദൗത്യത്തിനുണ്ട്. സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ള ചൂടേറിയ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ 3യുടെ ലക്ഷ്യം. 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ ഇതിനായാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. നിശ്ചിത ഉയരത്തിലാണ്. ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിലായിരിക്കും പ്രത്യേകമായി കൊറോണഗ്രാഫും ഒക്യൂൾട്ടറും വിന്യസിക്കപ്പെടുക. ഇവ ബഹിരാകാശത്ത് കൃത്രിമമായി ഒരു സൂര്യഗ്രഹണം സൃഷ്ടിക്കും. ലോകത്തെ ആദ്യത്തെ പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈയിങ് ദൗത്യമാണ്. ആ പ്രിസിഷൻ ഫോർമേഷന്റെ ഓരോ ഇവന്റ് ബൈ ഇവന്റ് അതിനായി എടുക്കുന്ന സമയമടക്കം ഇപ്പോൾ ഫ്ലൈറ്റ് ഇവന്റ്സിൽ അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രിസിഷൻ ഫോർമേഷൻ ഫ്ലൈയിങ് ദൗത്യമാണ് പ്രോബ 3 എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് ചരിത്രം എഴുതാൻ ISRO ആ വിജയ മുഹൂർത്തത്തിലേക്ക് അടുക്കുന്നതിന്റെ സന്തോഷമാണ് നമ്മളിപ്പോൾ ISROയിൽ നിന്ന് കാണുന്നത്. KP നദീറ നമുക്കൊപ്പം ഉണ്ട്. നദീറ, ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് എത്തുകയാണ് പ്രോബ 3. 247 seconds into the launch. തീർച്ചയായും ഇന്നലെ മാറ്റിവെച്ച വിക്ഷേപണം ഇന്ന് നടത്താൻ ISROയ്ക്ക് സാധിച്ചിരിക്കുന്നു.
ഇന്ന് കൃത്യം 4:04 തന്നെ നേരത്തെ നിശ്ചയിച്ച സമയപ്രകാരം തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ഈ ഉപഗ്രഹങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള PSLV C-59 എന്ന റോക്കറ്റ് കുതിച്ചുയർന്നിരിക്കുന്നു. വിക്ഷേപണം പൂർത്തിയാകാൻ 26 മിനിറ്റുകൾ എടുക്കും. ഇപ്പോൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി താണ്ടി ഈ റോക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോക്കറ്റിൻ്റെ ആദ്യഘട്ടം കത്തിയെരിഞ്ഞ് ബംഗാൾ ഉൾക്കടലിൽ പതിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗങ്ങളൊക്കെ തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരം വേർപെട്ട് അവസാനം പേടകം നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ തന്നെ എത്തിച്ചേരും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ISRO വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. 26 മിനിറ്റുകൾക്ക് ശേഷം ISRO മേധാവി ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന നടത്തും. ഈ വിക്ഷേപണം വിജയമോ അല്ലയോ എന്ന കാര്യം അദ്ദേഹം 26 മിനിറ്റുകൾക്ക് ശേഷമായിരിക്കും അറിയിക്കുക. എന്തായാലും യൂറോപ്യൻ സ്പേസ് ഏജൻസി രൂപകൽപ്പന ചെയ്ത ഒരു ഉപഗ്രഹമാണിത്. 2 ഉപഗ്രഹങ്ങളുള്ള പേടകമാണിത്. സൂര്യൻ്റെ ബാഹ്യപാളിയായ കൊറോണയെക്കുറിച്ച് വിശദമായി പഠിക്കുക എന്നതാണ്. നമുക്ക് കൊറോണയുടെ അടുത്ത് വരെ ചെന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ കൃത്രിമമായി ഒരു സൂര്യഗ്രഹണം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഈ ബാഹ്യപാളിയെക്കുറിച്ച് പഠിക്കുകയാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൗരോർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് എങ്ങനെ ഭൂമിയെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുമൊക്കെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു കൃത്രിമ ഗ്രഹണം സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള പഠനം നടത്താൻ യൂറോപ്യൻ സ്പേസ് ഏജൻസി തുനിഞ്ഞത്. നേരത്തെ തന്നെ ഇവർ പ്രോബ 1ഉം 2ഉം വിക്ഷേപിച്ചിരുന്നു. അത് രണ്ടും ISRO തന്നെയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് വിക്ഷേപിച്ചു കൊടുത്തത്. അതും ഇതിൻ്റെ ശ്രേണിയിൽപ്പെട്ട 3ാമത്തെ ഉപഗ്രഹങ്ങളാണിത്. 2 ഉപഗ്രഹങ്ങൾ അവിടെ ഭ്രമണപഥത്തിൽ ചെന്ന് ഒന്നിനു പിറകിൽ ഒന്നായി നിന്നുകൊണ്ട് ഗ്രഹണം സൃഷ്ടിക്കും. ഈ കൃത്രിമ ഗ്രഹണ സമയത്ത് കൊറോണയ്ക്ക് എന്തൊക്കെയാണ് ഇതിന് ബാഹ്യഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് നിരീക്ഷിക്കും. സൂര്യൻ്റെ മുൻപിൽ ഒരു നിഴലായി നിൽക്കുമ്പോൾ ഏതു തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് അനുഭവപ്പെടുന്നത് സൗരമണ്ഡലത്തിൽ എന്ന് മനസ്സിലാക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ സൂര്യനെ നമ്മൾ കൈപ്പിടിയിലാക്കുക, സൂര്യൻ്റെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുക, ഈ ബാഹ്യപാളിയുടെ ചുരുളഴിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ISROയെ 3ാമതാണ് ഈ യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഇത് വളരെ സങ്കീർണമായ വിക്ഷേപണം കൂടിയാണ്. നദീറ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 150 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ 2 ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്ന അതിന്റെ ആദ്യ ഭ്രമണപഥത്തിലേക്ക് ആദ്യ 18 മിനിറ്റുകൾ കൊണ്ട് എത്തിച്ചേരും. 2ാമത്തെ ഭ്രമണപഥത്തിലേക്ക് കടന്നതിന് ശേഷം ഈ 150 മീറ്റർ വ്യത്യാസത്തിൽ ഈ 2 ഉപഗ്രഹങ്ങളെയും വേർപെടുത്തുന്ന ആ ദൗത്യം അതുവരെ എത്തിക്കഴിയുമ്പോഴാണ് പൂർണ്ണമായും മിഷൻ സക്സസ്ഫുൾ എന്ന് രേഖപ്പെടുത്താൻ സാധിക്കുക. ഓരോ ഇവന്റ് ബൈ ഇവന്റ് അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ISRO. യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച 2 ഉപഗ്രഹങ്ങളാണ് PSLV C-59 ഇപ്പോൾ വഹിക്കുന്നത്. ആകെ ഭാരം 550 കിലോഗ്രാമാണ്. നിശ്ചിത ഉയരത്തിൽ ഒരു ഉപഗ്രഹത്തിന് മുകളിൽ മറ്റൊന്ന് വരുന്ന തരത്തിലാണ് ഇത് വിന്യസിക്കുക. കൊറോണഗ്രാഫ്, ഒക്യുൾട്ടർ എന്നിവ ചേർന്നാണ് ബഹിരാകാശത്ത് കൃത്രിമമായി ഒരു സൂര്യഗ്രഹണം സൃഷ്ടിക്കുക. നിർണായകമായ സൂര്യഗ്രഹണ പരീക്ഷണമാണ് ഇപ്പോൾ നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ ലോകത്തിന് മുന്നിൽ ISRO ഒരു നിർണായക ശക്തിയായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ലോഞ്ചിനുള്ള റിഹേഴ്സലൊക്കെ വിജയകരമായി നടത്തിയിരുന്നു. ഇന്നലത്തെ ലോഞ്ച് അത് ഇന്നത്തേക്ക് മാറ്റേണ്ടി വന്നു. ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടായതിനെ തുടർന്ന് അതെല്ലാം സോഫ്റ്റ്വെയർ തകരാറുകളടക്കം അത് പരിഹരിക്കുകയും ചെയ്തു. ഇപ്പോൾ കൃത്യം 4:04 വിക്ഷേപിച്ചിരിക്കുന്നു. നദീറ, 4:30 വിക്ഷേപണത്തിന്റെ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തുക? ISROയുടെ ബ്രോഷർ പ്രകാരം 26 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വിക്ഷേപണമാണ്. 26ാം മിനിറ്റിലായിരിക്കും ഈ പേടകങ്ങൾ ഈ റോക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ട് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന ഭ്രമണപഥത്തിൽ വിന്യസിക്കാൻ സാധിക്കുക. ആ ഒരു സമയം എന്ന് പറയുന്നത് എന്തായാലും 26 മിനിറ്റ് എടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ആ സമയം കഴിഞ്ഞായിരിക്കും വിക്ഷേപണം പൂർത്തിയായതും വിജയകരമായ കാര്യവും ISRO മേധാവി S. സോമനാഥ് നമ്മളെ അറിയിക്കാൻ പോകുന്നത്. ഇപ്പോൾ വിക്ഷേപണം പുരോഗമിക്കുന്നു. നേരത്തെ നിശ്ചയിച്ച ഘട്ടങ്ങളെല്ലാം ഒരു അപാകതയുമില്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു. ISROയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദകരമായ നിമിഷം കൂടിയാണ്. ശാസ്ത്രജ്ഞരുടെ മുഖത്തിപ്പോൾ ചെറിയ സംഭ്രമമൊക്കെ ഉണ്ട്. എന്തായാലും വിജയിക്കാതിരിക്കില്ല. കാരണം ഇത് വിക്ഷേപണ സമയത്ത് PSLVയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ ചെറിയ പ്രശ്നം കണ്ടതാണ്. ആ സാങ്കേതിക പ്രശ്നമൊക്കെ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് ഏതായാലും ആശങ്കയൊന്നുമില്ല. ISROയെ അവർക്ക് വിശ്വാസമാണ്. അവരുടെ 2 ഉപഗ്രഹങ്ങൾ നേരത്തെ ഇതേ ശ്രേണിയിൽപ്പെട്ടത് വിക്ഷേപിച്ചു കൊടുത്ത ഒരു ബഹിരാകാശ ഏജൻസിയാണ് നമ്മുടെ ബഹിരാകാശ ഏജൻസി. അതുകൊണ്ട് യൂറോപ്യൻ ഏജൻസി പരിപൂർണ്ണ വിശ്വാസം അർപ്പിച്ചു തന്നെയാണ് ഇന്ത്യയെ വീണ്ടും ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. 3ാമത്തെ ഈ പ്രോബ 3 എന്ന സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള, സൂര്യന്റെ ബാഹ്യപാളിയെ കുറിച്ച് പഠിക്കാനുള്ള ഉറപ്പിക്കുന്ന പരീക്ഷണമാണ് ഇപ്പോൾ പ്രോബ 3യിലൂടെ നടക്കുന്നത്. ഇരട്ട ഉപഗ്രഹ വിക്ഷേപണം വിജയകരമാണ്. ഇനി അത് പൂർണ്ണമായും വിജയകരമാകാൻ നമുക്ക് ആ ഭ്രമണപഥത്തിലേക്ക്
എത്തി. ഇത് രണ്ടും വേർപെടുന്ന ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് വീണ്ടും തിരികെ എത്താം.